പോസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ താരമൂല്യമുള്ള സിനിമകൾ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പ്രസ് മീറ്റിന് കണ്ടിട്ടുള്ള ആളുകളാണ്. സാധാരണ ഒരു പ്രസ് മീറ്റിൽ കാണുന്ന ഒരു ക്രൗഡാണോ? അല്ല. സാധാരണ ഒരു ഈ നമ്മൾ പറയുന്ന കൊമേഴ്ഷ്യലി വയബിൾ ആയ പ്രോജക്ട്സിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന സിനിമകളുടെ പ്രസ് മീറ്റിന് ചിലപ്പോഴൊക്കെ നമുക്ക് പുറത്ത് ആളുകൾ നിന്നിട്ട് കയറാൻ പറ്റാത്ത അത്ര തിരക്ക് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഇപ്പോൾ 50ഓളം ആളുകൾ നിങ്ങൾ വന്നു. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ആൻസർ. അത് എന്തുകൊണ്ടാണ് കലാമൂല്യമുള്ള സിനിമകൾ വേണമെന്ന് നമ്മൾ പറയുന്നു. വേറെ എല്ലാ ഇൻഡസ്ട്രീസിനേക്കാളും കൂടുതൽ കഥകൾ, നല്ല കഥകളെ താരങ്ങളാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. ഹരി പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള ചില അസോസിയേഷൻസിന് വേണ്ടി ഇപ്പൊ OTT എങ്ങനെ പിച്ച് ചെയ്യാമെന്നുള്ള ക്ലാസ്സസ് എടുക്കാൻ ഞാൻ പേഴ്സണലി പോയിട്ടുണ്ട്. ബിക്കോസ് അവർ പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവയർനെസ്സിൽ നിന്ന് വരുന്ന ഒരു എംപവർമെന്റ് ഉണ്ട്. അത് നമുക്ക് ഇനിയും ഇവിടെ വരാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് നമ്മൾ ഓസ്കാർ അവാർഡ്സ് എല്ലാവരും കണ്ടതാണ്. അതിൽ ഉണ്ടായ 2 സ്പീച്ചസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ട് ഫീൽ ചെയ്തു. ബെസ്റ്റ് ഫിലിം മേടിച്ച അനോറയുടെ ഡയറക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമ ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്, സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയത് തിയേറ്ററിൽ നിന്നാണ്. ഇറ്റ്സ് എ മെമ്മറി ഫോർ us. ഇപ്പൊ തിയേറ്റർ ഒരു ഭയങ്കര ത്രെറ്റ് ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. OTT വരുമ്പോൾ കാണാം എന്നുള്ളൊരു മൈൻഡ് സ്പേസ് കുറച്ച് പേർക്കെങ്കിലും ആയി കഴിഞ്ഞു പോസ്റ്റ് കോവിഡ്. പക്ഷെ ആള് പറഞ്ഞ ഒരു വഴിയുണ്ട്, മുമ്പത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ഉള്ളിലെ ലോകവും പുറത്തുള്ള ലോകവും ഡിവൈഡഡ് ആയി പെട്ടിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സ്പേസിന്, സിനിമ എന്ന് പറയുന്ന പവർഫുൾ ആയ മാധ്യമത്തിന് കഴിയുമെന്ന് പേഴ്സണലി ഒരു ഓഡിയൻസിന്റെ ഭാഗമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു.